നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാക് സൈനിക മേധാവി അസിം മുനീർ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അയച്ചു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വ്യക്തി. അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പാക് സൈനിക മേധാവി അസിം മുനീർ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ അയച്ചു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വളരെ നിർണായകമായി പുറത്തു വന്നിരിക്കുന്നത്. ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ അസിം മുനീറിനെതിരെ നടത്തിയിരിക്കുന്നത്. 38ാമത് വാർഷിക മിഷൻ മുസ്തഫ സമ്മേളനത്തിലായിരുന്നു ജെയ്ഷെ കമാൻഡറുടെ നിർണായക വെളിപ്പെടുത്തൽ. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിലായിരുന്നു ഇല്യാസ് കശ്മീരി ഇത്തരത്തിലൊരു തുറന്നുപറച്ചിൽ നടത്തിയത്. ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ മുൻപ് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിൽ പാക് സൈനിക മേധാവിയുടെ ഇടപെടൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം. അതായത് പാക് സൈനിക മേധാവി ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം, അതുപോലെ ജെയ്ഷെ കമാൻഡർ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണം ആദ്യമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭീകരരുടെ മൃതദേഹത്തിൽ പാക് ദേശീയ പതാക പുതുപ്പിച്ചതിനെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിമർശിക്കുകയും ചെയ്തു. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ ഇന്ത്യ ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത അംഗീകരിച്ചിരുന്നില്ല എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും ഏറെ ശ്രദ്ധേയമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ഉണ്ടായത് എന്ന വാദം പാക് വിദേശകാര്യ മന്ത്രി ഇസ്ഹാഖ് ദർ തള്ളിയിരുന്നു. മധ്യസ്ഥയെക്കുറിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരുന്നെന്നും പക്ഷേ ഇന്ത്യ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന് അറിയിച്ചെന്നും ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മെയ് 11-ാം തീയതി രാവിലെ 8:17 മാർക്കോ റൂബിയോ വഴി തനിക്ക് വെടിനിർത്തൽ വാഗ്ദാനം വന്നത്. ഉടൻ തന്നെ സ്വതന്ത്രമായ ഒരു സ്ഥലത്ത് ഇന്ത്യയുമായി ചർച്ച നടത്തണമെന്ന് റൂബിയോ പറഞ്ഞു. പക്ഷേ ജൂലൈ 25-ന് താനും റൂബിയോയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ഉഭയകക്ഷി കാര്യം മാത്രമാണ് എന്നായിരുന്നു. പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് പിന്നാലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചത് തന്റെ മധ്യസ്ഥതയിലാണ് എന്നായിരുന്നു ട്രംപ് പലകുറി അവകാശപ്പെട്ടത്. ഈ വാദങ്ങളെല്ലാം ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പാക് സൈനിക മേധാവി ആ ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ് തീർച്ചയായിട്ടും ഇന്ത്യക്കകത്ത് കൂടുതൽ ചർച്ചയാകുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വെടിനിർത്തലിനായി ഇന്ത്യ യാചിക്കാൻ നിർബന്ധിതരായി എന്ന ഒരു വെളിപ്പെടുത്തൽ പാക് സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്ത്യയെ നൽകുന്നു. ബെൽജിയത്തിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു അസം മുനീർ ഇത്തരത്തിലുള്ള അവകാശവാദം മുന്നോട്ട് വെച്ചത്. ഇന്ത്യയുടെ നിർബന്ധം കാരണമാണ് പ്രശ്നത്തിൽ ട്രംപ് ഇടപെട്ടതെന്നും അസിം മുനീർ പറഞ്ഞിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു ഈ അവകാശവാദങ്ങൾ. DGMO തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷമായിരുന്നു വെടിനിർത്തൽ സാധ്യമായത്. വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ വിളിച്ച് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെടിനിർത്തണമെന്ന അപേക്ഷ മുന്നോട്ട് വെച്ചിരുന്നു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്നും കശ്മീരിലെ മനസാക്ഷിയില്ലാത്ത ആക്രമണത്തിൽ അപലപിക്കേണ്ടതുണ്ട് എന്നുമായിരുന്നു മാർക്കോ റൂബിയോ അന്ന് പറഞ്ഞത്. ബ്രഹ്മോസ് SEALP മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ നൂർഗാൻ വ്യോമത്താവളം തകർത്തതിന് ശേഷമായിരുന്നു ഇത്. ഈ സംഭവത്തെ വളച്ചൊടിച്ച് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു അസിം മുനീർ പറഞ്ഞത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് ഉചിതമായ മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യ നൂതന വിമാനങ്ങളെ തങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഉചിതമായ മറുപടി നൽകി. ഇന്ത്യൻ നൂതന വിമാനങ്ങളെ തങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. ആഗോളതലത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ബഹുമാനം നേടിയെടുത്തു എന്നടക്കമുള്ള വാഗ്വാദങ്ങളായിരുന്നു മുനീർ പറഞ്ഞത്. ഇന്ത്യ വളരെ കാലമായി തീവ്രവാദത്തിന്റെ പേരിൽ തെറ്റായ ഇരവാദം നടത്തുന്നുവെന്നും ഇന്ത്യക്ക് വെടിനിർത്തലല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നുവെന്നും തുടർന്ന് ട്രംപിന് പ്രശ്നത്തിൽ ഇടപെടേണ്ടി വന്നുവെന്നുമായിരുന്നു മുനീർ പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് മുനീർ കള്ളം പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല. US സന്ദർശനത്തിനിടെ അസിം മുനീർ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയിരുന്നു. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ല എന്നായിരുന്നു മുനീറിന്റെ ഭീഷണി. US-മായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് ശേഷമായിരുന്നു ഇന്ത്യക്കെതിരായ അസിം മുനീറിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കുകയുണ്ടായി. സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി. സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസിം മുനീർ പറഞ്ഞിരുന്നു. ഇതെല്ലാം അസിം മുനീർ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ഭീഷണി ഇന്ത്യക്കെതിരെ അസിം മുനീർ ഉയർത്തിയത്. ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ തുടരുന്നതിനിടെ റിലയൻസിന്റെ ഗുജറാത്തിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ഭീഷണിയും പാക് സൈനിക മേധാവി നടത്തിയിരുന്നു. ഭാവിയിൽ ഇന്ത്യയുമായി സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ റിലയൻസിന്റെ ജാംനഗറിലെ പെട്രോളിയം
ശുദ്ധീകരണശാലയിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു അസീം മുനീർ പരാമർശിച്ചത്. ഇനി ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ പാകിസ്ഥാൻ എന്താണ് ചെയ്യാനാവുക എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് താൻ അനുമതി നൽകിയെന്നും അസീം മുനീർ പറഞ്ഞിരുന്നു. മുകേഷ് അംബാനിയുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അസീം മുനീറിന്റെ പ്രസ്താവനകൾക്കെതിരെ അതിശക്തമായി കടുത്ത മറുപടിയുമായി ഇന്ത്യ ആ സമയം തന്നെ പ്രതികരിച്ചിരുന്നു. ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നതെന്നും സ്വന്തം പരാജയങ്ങൾ മറച്ചുപിടിക്കാനുള്ള പ്രവർത്തന രീതിയാണിതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു. പ്രകോപനമുണ്ടാക്കിയാൽ പാകിസ്ഥാന് താങ്ങാനാകാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകി. മേയിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും തുടർന്ന് വെടിനിർത്തലിനായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ അപേക്ഷയും പരാമർശിച്ചായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് മുന്നോട്ട് വെച്ചത്. പാകിസ്ഥാന് ഭൂമിക്കടിയിൽ അപൂർവ നിധിയുണ്ടെന്നും അതുപയോഗിച്ച് പ്രതിസന്ധിയിലായ സമ്പദ് വ്യവസ്ഥയെ കരകയറ്റുമെന്നും പാക് സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ നേരത്തെ പറഞ്ഞതും ഏറെ ചർച്ചയായതാണ്. പാകിസ്ഥാന്റെ ധാതുശേഖരം ഉപയോഗപ്പെടുത്തുമെന്നായിരുന്നു അസീം മുനീർ അവകാശവാദം ഉന്നയിച്ചത്. ഇസ്ലാമാബാദിലെ ഖജനാവ് നിറയ്ക്കാൻ യുഎസുമായി ചേർന്നുള്ള ഖനന പദ്ധതിയിലൂടെ കഴിയുമെന്നായിരുന്നു അസീം മുനീറിന്റെ അവകാശവാദം. ഇലക്ട്രോണിക്സ് പ്രതിരോധ മേഖലകൾക്ക് നിർണായകമായ ധാതുശേഖരത്തിൽ യുഎസ് താൽപര്യം പ്രകടിപ്പിച്ചതിനു പിന്നാലെയായിരുന്നു അസീം മുനീറിന്റെ പരാമർശം. അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈനീസ് ആധിപത്യം തകർക്കാനും ചൈനയിലെ വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുമായിരുന്നു അമേരിക്കയുടെ ശ്രമം. പാകിസ്ഥാന് അപൂർവ ഭൗമനിധിയുണ്ട്. ഈ നിധി ഉപയോഗപ്പെടുത്തി പാകിസ്ഥാന്റെ കടം കുറയ്ക്കും. പാകിസ്ഥാൻ വികസിത സമൂഹമായി മാറുമെന്നായിരുന്നു അസീം മുനീർ പ്രതികരിച്ചത്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള വെടിനിർത്തൽ കരാറിൽ തന്റെ പങ്ക് സംബന്ധിച്ച് ആവർത്തിച്ചുള്ള അവകാശവാദം അംഗീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചതോടെ ട്രംപ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്ന കാഴ്ചയും ലോകം കണ്ടതാണ്. നേരത്തെ പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് അമേരിക്ക ചില പദ്ധതികൾ മുന്നോട്ട് വച്ചിരുന്നു. പിന്നാലെയാണ് ധാതുഖനനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത്. ചൈനയോടും യുഎസിനോടുമുള്ള സൗഹൃദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനെ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കില്ല എന്നായിരുന്നു അസീം മുനീറിന്റെ പ്രതികരണം. വൻ എണ്ണശേഖരം കണ്ടെത്തിയെന്ന് നേരത്തെ പാകിസ്ഥാൻ അവകാശപ്പെട്ടതും വലിയൊരു തട്ടിപ്പായിരുന്നു. അത്തരത്തിലൊന്നുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. 2019 അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കടലിൽ വലിയ കണ്ടെത്തലിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ എണ്ണവാതക ശേഖരം കണ്ടെത്തുമെന്ന സ്വപ്നം അത് പൂവണിഞ്ഞിരുന്നില്ല. പ്രതീക്ഷിച്ച ഫലം കിട്ടില്ല എന്നായിരുന്നു പെട്രോളിയം മന്ത്രാലയം പിന്നീട് പ്രതികരിച്ചത്. അതേസമയം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാക് സൈനിക മേധാവി അസീം മുനീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സെപ്റ്റംബർ 25 നടക്കുന്ന UN പൊതുസമ്മേളനത്തോടനുബന്ധിച്ചാകും കൂടിക്കാഴ്ച. പാകിസ്ഥാനിലെ പ്രളയം മുതൽ ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളടക്കം ചർച്ചയായേക്കും. ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നം ചർച്ച ചെയ്തേക്കും. എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പാക് സേനയുടെ പബ്ലിക് റിലേഷൻസ് വിഭാഗമായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസോ വാഷിംഗ്ടണിലെ പാക് എംബസിയോ ഇതേക്കുറിച്ച് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ട്രംപുമായി പാക് സൈനിക മേധാവി അസീം മുനീർ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ അദ്ദേഹം അമേരിക്ക സന്ദർശിച്ചതും ഏറെ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.